നമസ്കാരം, സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആകാശത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നിനെക്കുറിച്ചാണ്. അതെ, ചന്ദ്രഗ്രഹണം. ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ മെല്ലെ മറയ്ക്കുന്ന ആ ഒരു മാന്ത്രിക നിമിഷത്തിന്റെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊരുമിച്ച് കടന്നു ചെല്ലാം. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പൗർണമി ദിവസം ആ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രൻ എന്തിനാണ് പെട്ടെന്നൊരു പ്രേതത്തെപ്പോലെ ചോരച്ചുവപ്പ് നിറത്തിലാകുന്നതെന്ന്? ഈയൊരു ചോദ്യം ഒരുപാട് പേരുടെ മനസ്സിലുണ്ടാകും. എന്താണിതിന് പിന്നിൽ? ഇതിന്റെ ഉത്തരം നമുക്ക് കണ്ടെത്താം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. എന്താണ് ഈ ചന്ദ്രഗ്രഹണം എന്ന് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാം. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കിടിലൻ പ്രപഞ്ച നാടകമാണിത്. അതായത് സൂര്യൻ പിന്നെ ചന്ദ്രൻ, ഇതിന്റെ രണ്ടിന്റെ നേരെ നടുക്ക് നമ്മുടെ ഭൂമി വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം എന്തു പറ്റും? സൂര്യന്റെ വെട്ടം ചന്ദ്രനിലേക്ക് എത്തുന്നത് ഭൂമി തടയും. അങ്ങനെ ഭൂമിയുടെ ആ വലിയ നിഴൽ ചന്ദ്രന് മുകളിലേക്ക് വീഴും. ഇത്രയുള്ളൂ ചന്ദ്രഗ്രഹണം. ഇത് പലർക്കും സൂര്യഗ്രഹണവുമായിട്ട് എപ്പോഴും കൺഫ്യൂഷൻ ആവാറുണ്ടല്ലേ? ഓർഗാനൊരു എളുപ്പപ്പണിയുണ്ട്. പേരിൽ തന്നെയുണ്ട് അതിന്റെ ഉത്തരം. ചന്ദ്രഗ്രഹണം എന്നു പറഞ്ഞാൽ ചന്ദ്രനാണ് ഇരുട്ടിലാവുന്നത്, സൂര്യഗ്രഹണത്തിലോ സൂര്യനും. സിമ്പിൾ. അപ്പോൾ ഒരു സംശയം വരാം. ഭൂമിയുടെ നിഴല് ചന്ദ്രനെ മുഴുവനായിട്ടും മറയ്ക്കുകയാണെങ്കിൽ ചന്ദ്രൻ കട്ടക്കറുപ്പായി പോകേണ്ടതല്ലേ? പിന്നെ എന്തിനാണിങ്ങനെ ഒരു പേടിപ്പിക്കുന്ന ചോരച്ചുവപ്പ് നിറം, ഈ ബ്ലഡ് മൂൺ എന്നൊക്കെ പറയുന്ന സംഭവം? അതിന്റെ പിന്നിലുള്ള സയൻസ് ഭയങ്കര രസാണ്. നമുക്ക് നോക്കാം. ഇതിന്റെ ശാസ്ത്രം സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഭൂമിയുടെ അറ്റത്തുകൂടി, അതായത് നമ്മുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴുണ്ടല്ലോ, അതിലെ നീല പോലത്തെ നിറങ്ങളൊക്കെ അങ്ങ് ചിതറിത്തെറിച്ചുപോകും. പക്ഷേ ചുവപ്പും ഓറഞ്ചും നിറങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടിയുണ്ട്. അവ അന്തരീക്ഷത്തിലൂടെ വളഞ്ഞ് നേരെ ഭൂമിയുടെ നിഴലിന്റെ ഉള്ളിലേക്ക് കയറും. ഈ ചുവന്ന വെളിച്ചമാണ് ചന്ദ്രനിൽ തട്ടി നമ്മുടെ കണ്ണുകളിലേക്ക് വരുന്നത്. ഇത് ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കാവ്യാത്മകമായി പറഞ്ഞാൽ, ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ ചന്ദ്രനെ നമ്മൾ കാണുന്നത് ഭൂമിയിലെ ആ നിമിഷം നടക്കുന്ന എല്ലാ സൂര്യോദയങ്ങളുടെയും സൂര്യാസ്തമയങ്ങളുടെയും ആകെത്തുകയായ ചുവന്ന വെളിച്ചം കൊണ്ടാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്ത് മനോഹരമായൊരാശയമാണല്ലേ അത്. ശരി, അപ്പോൾ അടുത്തൊരു ചോദ്യം വരാം. ചന്ദ്രൻ എല്ലാ മാസവും ഭൂമിയെ ചുറ്റുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ എല്ലാ പൗർണമി ദിവസവും എന്തുകൊണ്ട് ചന്ദ്രഗ്രഹണം നടക്കുന്നില്ല? അതിന്റെ ഉത്തരം ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ ഒരു ചെറിയ ചരിവിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതെ, ഇതാണ് മെയിൻ കാരണം. ചന്ദ്രൻ ഭൂമിയെ കറങ്ങുന്ന പാതയില്ലേ, അത് ഭൂമി സൂര്യനെ കറങ്ങുന്ന അതേ ലെവലിലല്ല, കുറച്ചൊന്ന് ചരിഞ്ഞിട്ടാണ്. അതുകൊണ്ടുതന്നെ മിക്കവാറും പൗർണമി ദിവസങ്ങളില് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിനു ഒന്നുകിൽ മുകളിലൂടെയോ അല്ലെങ്കിൽ താഴെക്കൂടെയോ അങ്ങ് കടന്നുപോവും. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ഉദാഹരണം നോക്കാം. ഓക്കെ, സൂര്യനൊരു ടോർച്ച് ലൈറ്റാണെന്ന് വെക്കുക, ഭൂമിയോ ഒരു വലിയ പന്തും. അപ്പോ ചന്ദ്രനെ നമുക്കൊരു ചെറിയ ഗോലിയായിട്ട് സങ്കല്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ചരിവുള്ളത് കാരണം ഈ ഗോളി സാധാരണയായി ആ പന്തിന്റെ നിഴലിൽ തട്ടാതെ അതിനു മുകളിലൂടെയോ താഴെക്കൂടെയോ ആയിരിക്കും പോകുന്നത്. പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കൽ ഈ ഗോലിയുടെ പാത കറക്റ്റായിട്ട് ആ പന്തിന്റെ നിഴലിന്റെ നടുവിലൂടെ തന്നെ കടന്നു പോകുമ്പോഴാണ്, അപ്പോൾ മാത്രമാണ് ഗ്രഹണം സംഭവിക്കുന്നത്. ആ ചരിവ് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പോ ഗ്രഹണം എന്താണെന്നും എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്നും നമുക്കിപ്പോൾ അറിയാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അടുത്ത തവണ ഒരു ചന്ദ്രഗ്രഹണം വരുമ്പോൾ നമ്മളിതെങ്ങനെ കാണും, അല്ലെങ്കിൽ എങ്ങനെ ആസ്വദിക്കാമെന്ന് നോക്കാം. ഇതിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? ചന്ദ്രഗ്രഹണം കാണാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഉപകരണവും വേണ്ട. ഒരു ബൈനോക്കുലറോ ടെലിസ്കോപ്പോ ഒന്നും വേണ്ട. സൂര്യഗ്രഹണം പോലെ കണ്ണിനൊരു ദോഷവുമില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ നോക്കി നിൽക്കാം. ഗ്രഹണം നടക്കുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ രാത്രിഭാഗത്താണെങ്കിൽ പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കിയാൽ മാത്രം മതി ഈ മനോഹരമായ കാഴ്ച ആസ്വദിക്കാം. ഇനിയിപ്പോ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഈ സംഭവം ഒന്ന് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സൂത്രപ്പണിയുണ്ട്. ഓറിയോ ബിസ്ക്കറ്റ് എടുക്കുക, അതിന്റെ ക്രീം ഓരോ രീതിയിലും മാറ്റി ചന്ദ്രന്റെ പല ഘട്ടങ്ങളും ഗ്രഹണത്തിന്റെ ഓരോ സ്റ്റേജുമൊക്കെ കാണിച്ചു കൊടുക്കാം. ഇത് പഠിക്കുന്നത് കുറച്ചുകൂടെ രസകരമാക്കും, അല്ലേ? അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, ചന്ദ്രഗ്രഹണമെന്ന് പറയുന്നത് വെറുമൊരു നിഴലല്ല, മറിച്ച് ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒത്തുചേർന്ന് നടത്തുന്ന ഒരു മനോഹരമായ പ്രപഞ്ച നൃത്തമാണ്. ആകാശമെന്ന് പറയുന്നത് ഇതുപോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു വലിയ പുസ്തകമാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ ചലനങ്ങളെയും അതിന്റെ പിന്നിലെ കഥകളെയുമൊക്കെ കുറച്ചുകൂടി കൗതുകത്തോടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.